തീവ്ര വോട്ടർ പട്ടിക പുനഃപരിശോധനയെപ്പറ്റി ചർച്ചയ്ക്ക് വിസമ്മതിക്കുന്ന സർക്കാരിന്റെ നിഷേധാത്മക നിലപാടിനെ തുടർന്ന് ഇന്നലെ ആരംഭിച്ച പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ ലോക്സഭയുടെ പ്രവർത്തനം വീണ്ടും തടസ്സപ്പെട്ടു. ബീഹാർ SIR ചർച്ച നിഷേധിച്ച സർക്കാർ സമീപനത്തിൽ കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനവും പൂർണ്ണമായി പാഴായിരുന്നു. കേരളമടക്കം അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കേണ്ട 9 സംസ്ഥാനങ്ങളിൽ ആൻഡമാൻ നിക്കോബാർ, ലക്ഷദ്വീപ്, പുതുച്ചേരി എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് ഇപ്പോൾ SIR നടന്നുവരുന്നത്. രാജ്യത്തെ ജനസംഖ്യയിൽ ഗണ്യമായ ഒരു വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന ഈ സംസ്ഥാനങ്ങളിൽ SIR അനവസരത്തിലും തിടുക്കത്തിലും നടപ്പാക്കുന്നതിനെ പല സംസ്ഥാന ഭരണകൂടങ്ങളും ഉദ്യോഗസ്ഥ തലത്തിലും പ്രതിപക്ഷ പാർട്ടികളും ഉയർത്തിയ പ്രതിഷേധങ്ങൾ വകവെക്കാതെയും ആവശ്യമായ സമയം അനുവദിക്കാതെയുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏകപക്ഷീയമായി SIR നടപടികളുമായി മുന്നോട്ടു പോയത്. ഇതിനെതിരെ കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ സർക്കാരുകളും വിവിധ പ്രതിപക്ഷ പാർട്ടികളും പൗരസംഘടനകളും സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയുമാണ്. യാഥാർത്ഥ്യബോധമില്ലാതെ പരിമിതമായ സമയത്തിനുള്ളിൽ SIR നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണമെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സമ്മർദ്ദം ഇതിനകം അതിനായി നിയോഗിക്കപ്പെട്ട നിരവധി ബൂത്ത് തല ഓഫീസർമാരുടെ ജീവൻ തന്നെ അപഹരിച്ചു. അവരിൽ ചിലർ ജോലിഭാരത്തിന്റെ സമ്മർദ്ദത്തിൽ ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നത് SIR നടത്തിപ്പിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവലംബിക്കുന്ന മനുഷ്യത്വഹീനമായ സമീപനമാണ് തുറന്നുകാട്ടുന്നത്. SIR നടത്തിപ്പിനുള്ള തങ്ങളുടെ ഭരണഘടനാപരമായ അവകാശ അധികാരങ്ങളെക്കുറിച്ചും ആ പ്രക്രിയയുടെ സുഗമമായ മുന്നേറ്റത്തെക്കുറിച്ചും സുപ്രീം കോടതിയിലടക്കം വീമ്പിളക്കിയിരുന്ന കമ്മീഷൻ കഴിഞ്ഞ ദിവസം പൊടുന്നനെ SIR നടത്തിപ്പിന്റെ കാലാവധി ഒരാഴ്ച കൂടി നീട്ടിയത് തെറ്റായ നിലപാടിന്റെ സ്വയം തിരുത്തലും വിമർശനങ്ങളുടെ സാധൂകരണവും ഇല്ലാതെ മറ്റൊന്നുമല്ല. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ബീഹാറിലും രാജ്യത്തെ മറ്റു 1/3 വരുന്ന സംസ്ഥാനങ്ങളിലും ഇപ്പോഴും നടന്നുവരുന്ന SIR വോട്ടർ പട്ടികയുടെ നിരുപദ്രവമായ ശുദ്ധീകരണ പ്രക്രിയ അല്ലെന്ന് സാമാന്യബോധമുള്ള എല്ലാവരും തിരിച്ചറിയുന്നു. അത് തങ്ങൾക്ക് അനുകൂലമായി വോട്ട് ചെയ്യില്ലെന്ന് BJPയും സംഘപരിവാറും കരുതുന്ന ജനവിഭാഗങ്ങളെയും രാഷ്ട്രീയ പ്രതിയോഗികളെയും കൂട്ടത്തോടെ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കി പട്ടിക ശുദ്ധീകരിക്കാനുള്ള ബോധപൂർവമായ രാഷ്ട്രീയ കുടിലതന്ത്രത്തിന്റെ ഭാഗമാണ്. അത് ദേശീയ പൗരത്വ രജിസ്റ്റർ പിൻവാതിലൂടെ ന്യൂനപക്ഷങ്ങളുടെയും ദുർബല ജനവിഭാഗങ്ങളുടെയും മേൽ അടിച്ചേൽപ്പിക്കാനുള്ള രാഷ്ട്രീയ ഗൂഢതന്ത്രത്തിന്റെ ഭാഗമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന ഭരണഘടനാ സ്ഥാപനത്തെ ആയുധമാക്കി തങ്ങളുടെ രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കാനാണ് മോഡി ഭരണകൂടം ശ്രമിക്കുന്നത്. ജനസംഖ്യയിൽ വലിയൊരു വിഭാഗം പൗരന്മാരെ പ്രതികൂലമായി ബാധിക്കുന്ന പ്രശ്നത്തിന്റെ അടിയന്തര പ്രാധാന്യം കണക്കിലെടുത്ത് വിഷയം പാർലമെന്റ് ചർച്ച ചെയ്യണമെന്ന തികച്ചും ന്യായവും ജനകീയവുമായ ആവശ്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. വിഷയം പരമോന്നത കോടതിയുടെ പരിഗണനയിലിരിക്കെ ഇപ്പോൾ പാർലമെന്റ് ചർച്ച അനുചിതമാണെന്നും സ്വയം ഭരണാധികാരമുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധികാരത്തിലുള്ള കടന്നുകയറ്റമാണെന്നുമുള്ള വാദഗതികളാണ് ചർച്ചയ്ക്കെതിരെ സർക്കാർ ഇതുവരെ ഉന്നയിച്ചു പോന്നത്. എന്നാൽ ഇപ്പോൾ തങ്ങൾ ചർച്ചയ്ക്ക് എതിരല്ലെന്നും തെരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങൾ ഒട്ടാകെ ചർച്ചാവിധേയമാക്കണമെന്നുമുള്ള പുതിയ വാദഗതിയാണ് ഇന്നലെ പാർലമെന്ററി കാര്യ കിരൺ റിജിജു മുന്നോട്ട് വെച്ചത്. അതിനും പ്രതിപക്ഷം സന്നദ്ധമാണെന്ന് വന്നപ്പോൾ തയ്യാറെടുപ്പുകൾക്ക് കൂടുതൽ സമയം വേണമെന്ന മറുവാദം കൊണ്ട് ചർച്ച വൈകിക്കാനുള്ള തന്ത്രമാണ് സർക്കാർ പുറത്തെടുക്കുന്നത്. തെരഞ്ഞെടുപ്പ് ജനാധിപത്യത്തെ വികലമാക്കി ദുരുപയോഗം ചെയ്തതാണ് മോഡിയുടെ നേതൃത്വത്തിൽ BJP NDA മുന്നണി അധികാരത്തിലേറിയതും തുടർന്ന് നിലനിർത്തിപ്പോരുന്നതും. കോർപ്പറേറ്റ് പണക്കൊഴുപ്പും സംഘപരിവാർ സംഘടനകളുടെ പേശീബലവും ഫാസിസ്റ്റ് ഹിന്ദുത്വ ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്ന വിദ്വേഷ രാഷ്ട്രീയത്തിൽ അധിഷ്ഠിതമായ മാരക രാഷ്ട്രീയ വിഷക്കൂട്ടാണ് നരേന്ദ്രമോദിയെ അധികാരത്തിലേറ്റിയതും നിലനിർത്തുന്നതും. അത് സജീവമായി നിലനിർത്താനുള്ള ഹീനതന്ത്രത്തിന്റെ ഭാഗമാണ് ഒരു ഭരണഘടനാ സ്ഥാപനത്തെ തന്നെ ദുരുപയോഗം ചെയ്ത് ഇപ്പോൾ നടത്തുന്ന വോട്ടർ പട്ടിക ശുദ്ധീകരണ പ്രക്രിയ. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പാർലമെന്റിന്റെ മുന്നിൽ ഒരു ഭരണഘടനാ സ്ഥാപനവും വിശുദ്ധ പശുവല്ല. ഭരണഘടനയെ, അടിസ്ഥാന ഘടനയെയും മൂല്യങ്ങളെയും ഹനിക്കാത്ത, ചോദ്യം ചെയ്യാത്ത എന്തും ചർച്ച ചെയ്യാനുള്ള പരമോന്നത ജനാധിപത്യ ഭരണഘടനാ സ്ഥാപനമാണ് പാർലമെന്റ്. അതിനെ ഭൂരിപക്ഷത്തിന്റെ പേരിൽ നോക്കുകുത്തിയാക്കാനാണ് മോഡി ഭരണകൂടം ശ്രമിക്കുന്നത്.